ഹലോ, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ 4 വയസ്സുള്ള കുട്ടിക്ക് ഒരു മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ അടുത്തൊരു ഹാഫ് പോർഷൻ ഡമ്മി ഉണ്ട്. അത് വെച്ചിട്ട് ജസ്റ്റ് എൻ്റെ ടാപ്പിലെ പോയിൻ്റുകളൊന്നും നിങ്ങൾ നോട്ട് ചെയ്യരുത്. എങ്ങനെയൊക്കെയാണ് മാർക്കിങ്, ഏതൊക്കെ ഭാഗത്താണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതുപോലെ ഷോൾഡറിൻ്റെ ഏറ്റവും മുകളിൽ വെച്ചിട്ട് എത്രത്തോളം നമുക്ക് ഇറക്കം വേണം ആ ലെങ്ത്ത് കറക്റ്റ് ചെയ്ത് നമ്മൾ എടുക്കണം. ഷോൾഡറിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിന് ശേഷം ഇതുപോലെ നമ്മൾ ചെസ്റ്റ് ഭാഗം അളവെടുക്കണം. ഇതുപോലെ ഫുൾ റൗണ്ട് എടുത്തിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കാണ്ട് ലൂസിൽ ചെസ്റ്റിൻ്റെ പോർഷൻ എടുക്കുക. അതുപോലെ ഇനി നമ്മൾ എടുക്കാൻ പോണതാണ് ഷേപ്പ്. ചെസ്റ്റിൻ്റെ നേരെ താഴെ വരുന്ന കുഞ്ഞു കുട്ടികളായതുകൊണ്ട് ഷേപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ചെസ്റ്റിൻ്റെ നേരെ താഴെ വരുന്ന ഭാഗമാണ് നമ്മൾ ഇതുപോലെ എടുക്കേണ്ടത്. ഇത് ജസ്റ്റ് എവിടേക്കാണ് എന്നുള്ളൊരു പോയിൻ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഷേപ്പ് ലെങ്ത്താണ് എടുക്കുന്നത്. ഇതുപോലെ ഷേപ്പ് ലെങ്ത്ത് എടുക്കാൻ നമ്മളെ ഉടുപ്പിൻ്റെ ഭാഗം എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യം അവിടുന്ന് അങ്ങോട്ടുള്ളതാണ് കേട്ടോ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഷേപ്പ് ലെങ്ത്ത് എന്ന് പറയണത്. ഇനി കഴുത്ത് എടുക്കേണ്ട രീതി ഞാൻ കറക്റ്റ് ചെയ്തൊന്ന് കാണിച്ചു തരാം. അതെല്ലാ കുട്ടികൾക്കും ഏകദേശം സെയിം തന്നെ ആവും. ഇനി വലിയൊരു ആവശ്യം എന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഉപകാരപ്പെടും. ഇതുപോലെ വെച്ച ശേഷം എത്രയാണോ നമുക്ക് കഴുത്ത് ആവശ്യം വരുന്നത് കാണണ്ടോ, ഒരു 3.5 ഞാൻ ഇവിടെ എടുക്കുന്നത് കരുതുക. ഇതുപോലെ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എത്രയാണോ നെക്ക് ആവശ്യം വരുന്നത് അത് നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് കിട്ടും കേട്ടോ. പിന്നെ നെക്ക് വിടുത്ത് അതുപോലെ ഷോൾഡർ ഇതൊന്നും അതിൽ കാണിക്കണില്ല. കാരണം എന്താ വെച്ചാൽ ഷോൾഡർ ഞാൻ കാണിക്കാം. നെക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ഓരോ കുട്ടികൾക്കും പല പല മോഡലാണല്ലോ ഇപ്പോൾ ഒരുപാട് ഇറങ്ങിയിട്ട് ചിലത് ഒരുപാട് കയറിയിട്ട്, അതൊക്കെ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഷോൾഡർ എടുക്കേണ്ടത് കാരണം ഈ 2 ജോയിൻറ്റിൻ്റെ അവിടുന്ന് ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ ഷോൾഡർ എടുക്കേണ്ടത്. ചെറിയ കുട്ടികൾക്ക് ഷോൾഡർ ഏകദേശം ഒക്കെ സെയിം ആവും. ഷോൾഡറിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ഏകദേശം ഒരേ മെഷർമെൻ്റ് ആവും എല്ലാ കുട്ടികൾക്കും വരിക. 4 to 6 വയസ്സുള്ള കുട്ടികൾ വരെ ഏകദേശം സെയിം തന്നെ ആവും. ഇതുപോലെ ഇത് ബാക്ക് സൈഡാണ് കേട്ടോ, എൻ്റെ ഡമ്മിയുടെ ബാക്ക് സൈഡാണ്. അവിടുന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണം. ഇനി നമുക്ക് മെഷർമെൻറ്റ് നോക്കാം. ഇവിടെ ചെസ്റ്റ് എടുത്തിട്ടുള്ളത് 22 ഇഞ്ചാണ് കേട്ടോ. ഇതിവിടെ ഷോപ്പിൽ വന്നൊരു കുട്ടിയുടെ അളവ് എടുത്തതാണ്, 4 വയസ്സുള്ള കുട്ടിയുടെ. ഷേപ്പ് 21 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഷേപ്പ് ലെങ്ത്ത് 8 ഇഞ്ച്, അതല്ലെങ്കിൽ ഒരു 8.5 ഇഞ്ച് മാക്സിമം. 4 വയസ്സുള്ള കുട്ടിയുടെ കേട്ടോ കറക്റ്റ് ഇത് പറയണത്. ഓരോ കുട്ടികളെ ഏജിനനുസരിച്ചിട്ട് അങ്ങനെ മാറി വരും. ഫുൾ ലെങ്ത്ത് ഫ്ലോറ് നിലം തട്ടിയില്ല എന്നുള്ള ലെവലിലേക്കുള്ള ലെങ്ത്താണിത്. 32 ഇഞ്ചാണ് കേട്ടോ. ആം ഹോളാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. ചെസ്റ്റ് 22ന് 4 ഭാഗമായിട്ട് എടുക്കുക. 5.5 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ട് കിട്ടണേ 7.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. അതുപോലെ ഷേപ്പ് 21ന് 4 ഭാഗമായിട്ട് എടുക്കുക. 5.25 ഇഞ്ചാണ് കിട്ടുന്നത്. പ്ലസ് 2 ഇഞ്ച് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന 7.25 നമുക്ക് ഷേപ്പായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ഇനി ആം ഹോള് അളവൊന്നുമില്ലാത്ത ആൾക്കാരാണ് ഒരു ഏകദേശം മീഡിയം XL ഡബിൾ XL അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെസ്റ്റ് ഒരു ഏകദേശം നമ്മൾ എത്ര എടുക്കണോ അതിനെ 6 ഭാഗമായിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3.666 അങ്ങനെയാണ്. അത് നമ്മൾ 3.5 റൗണ്ട് ചെയ്തിട്ട് പ്ലസ് ഒരു 1/2 ഇഞ്ച് കൂടി കൊടുത്തിട്ട് 4 ഇഞ്ചാണ് നമ്മൾ ആം ഹോള് ചെസ്റ്റിൻ്റെ പോർഷൻ എടുക്കേണ്ടത് കേട്ടോ. ലെങ്ത്ത് കണ്ടുപിടിക്കേണ്ടത് ഫുൾ ലെങ്ത്ത് നമുക്ക് 32ആണ്. ഷേപ്പ് ലെങ്ത്ത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുമുണ്ട്. ഇനി അതല്ല കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു 4 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 8 ഇഞ്ച് 8.5 ഇഞ്ചൊക്കെ വരുള്ളൂ ഷേപ്പ് ലെങ്ത്ത്. അതിന്ന് 8 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന 24 ഇഞ്ചാണ് നമ്മളെ താഴത്തെ ഭാഗത്തെ ലെങ്ത്ത് വരുന്നത്. മുകളിൽ ഷേപ്പ് ലെങ്ത്ത് 8 ഇഞ്ചിൻ്റെ കൂടെ നമ്മളൊരു 1 ഇഞ്ച് കൂടി ആഡ് ചെയ്യണം. കാരണം കൊടുക്കുമ്പോൾ അവിടെ ഒരു 1/2 ഇഞ്ച് പോവും, ഷോൾഡർ ജോയിൻറ്റിൽ ഒരു 1/2 ഇഞ്ച് പോവും, അങ്ങനെയൊക്കെ മൈനസ് വരും. അതുപോലെ അതിൻ്റെ ബാലൻസ് വരുന്ന 24 ഇഞ്ചാണ് താഴേക്ക് കൊടുക്കേണ്ടത്. അടിഭാഗം മടക്കി അടിക്കാൻ ഒക്കെ ഉണ്ടെങ്കിൽ 2 ഇഞ്ച് ആഡ് ചെയ്യണം. ലോക്കിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 1 ഇഞ്ചൊക്കെ മതിയാവും കേട്ടോ. ഇങ്ങനെയാണ് മെഷർമെൻറ്റ് വരുന്നത്. ഇനി ജസ്റ്റ് കട്ടിങ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒരു ഐഡിയ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം എല്ലാ കുട്ടികൾക്കും ഷോൾഡറിൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. നെക്ക് എന്തായാലും നമ്മളൊരു 1.5 1.25 2 ഇഞ്ചിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുട്ടികൾക്ക് അളവ് കൊടുക്കുള്ളൂ. ഒരു 4 വയസ്സിലെ കുട്ടികൾക്ക് അത്രേ കൊടുക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതലായാൽ ക്ലിയർ ആവില്ല. 2.5 ഇഞ്ചുള്ളൂ നമുക്ക് ആ ഒരു ഷോൾഡർ പോർഷൻ ആവശ്യം വരുന്നുള്ളൂ. 2 ചില കുട്ടികൾക്ക് പെറ്റിക്കോട്ടിൻ്റെ കൈ പോലെ ഒരു 1.5 ഇഞ്ചൊക്കെ വരുള്ളൂ. അപ്പോൾ മാക്സിമം ഉള്ള കണക്കാണ് കേട്ടോ ഈ പറയുന്നത്. എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് മൊത്തം ഇവിടെ 5 ഇഞ്ചാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഷോൾഡർ പറയണത് 10 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്.
നെക്ക് നമ്മളെ ഇഷ്ടമല്ല പോലെയാണ്. ഞാനിവിടെ ബാക്ക് നെക്ക് ഒരു 2.5, ഫ്രണ്ട് നെക്ക് ഒരു 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. 4 വേണമെന്നില്ല, നല്ല ഇറങ്ങി കിടക്കും ഒരു 3.5, അതൊക്കെ ഒരു ആവറേജ്. ചിലർ 2.5 ഇഞ്ച് തന്നെ കൊടുക്കും കയറി കിടക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ നമ്മളെ ഇഷ്ടമാണ് കേട്ടോ. അത് ഇത്രയും നമുക്ക് കറക്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. ആ 4 ഇഞ്ച് തന്നെ നമ്മളെ ആം ഹോളും വരിക. അതുപോലെ ഇപ്പം മാർക്ക് ചെയ്തതാണ് ഷേപ്പ് ലെങ്ത്ത്. ഇനി നമ്മളിതാ ഇവിടെ ചെസ്റ്റിൻ്റെ അവിടെ 7.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഈ മെറ്റീരിയൽ കിട്ടണത് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം മാർക്ക് ചെയ്യണതാണ് ഷേപ്പ് 7.25 ഇഞ്ച്. അതിലൂടെ 1 ഇഞ്ച് കൂടി നമ്മൾ പോയിൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 8 ഇഞ്ചാണ് ഇവിടെ വെച്ചിട്ടുള്ളത്, പ്ലസ് 1 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് 9 ഇഞ്ച് കാണാണ്ടോ. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ച് ബാക്കിലോട്ട് വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെഷർമെൻറ്റ് എടുക്കണ ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ, ഒരുപാട് രീതി ഉണ്ട്. ഇത് തുടക്കക്കാർക്ക് ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതല്ലാണ്ട് ഒരുപാട് ടൈപ്പ് മെഷർമെൻറ്റ് എടുക്കലുണ്ട്. അത് വരും വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. 1 ഇഞ്ച് ബാക്കിലോട്ട് വെച്ചതാ എല്ലാ വീഡിയോയിലും കാണിക്കണ പോലെ കൈക്കുഴി, ബാക്ക് നെക്ക്, ഫ്രണ്ട് നെക്ക് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം അതാ കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പം നമ്മൾ മുകളിലത്തെ പോർഷന് കാണാണ്ടോ, ഹിപ്പ് ലെങ്ത്ത് 8 പ്ലസ് 1 ഇഞ്ച് ആഡ് ചെയ്ത് 9 ഇഞ്ചിലാണ് ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മളെ ഫുൾ ലെങ്ത്ത് വരുന്നത് 32ആണ്. അതിൽ നിന്ന് അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ഈ ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ബാലൻസ് 24 ഇഞ്ചാണ് കേട്ടോ ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോണത്. കാണാണ്ടോ, ഇപ്പം നമ്മുടെ മുകളിലെ പോർഷനായി. ഇത് ചിലപ്പോൾ ചെസ്റ്റിൻ്റെ മുകളിൽ നിന്ന് നെറി വരുന്ന ടൈപ്പ് ഫ്രോക്കുകൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഫ്രോക്കുകൾ കുട്ടികൾക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ അളവിൽ ചേഞ്ച് വരും, ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഇത് ചെസ്റ്റിൻ്റെ താഴെ വരുന്ന നെറിയുള്ള ഒരു ഉടുപ്പിൻ്റെ അളവാണ്. ഇതുപോലെ 1 ഇഞ്ച് ബാക്കിലോട്ട് നമ്മളിതാ മുകളിലെ പോർഷൻ വെച്ച ശേഷം എത്രയാണോ കിട്ടുന്നത് കാണാണ്ടോ, ഇതുപോലെ എത്രയാണോ വീതി നമുക്ക് കിട്ടുന്നത് 12 ഇഞ്ച്, അതിൻ്റെ ഇരട്ടി ഞൊറിയുള്ള ഡ്രസ്സാണെങ്കിൽ അതിൻ്റെ ഇരട്ടി മസ്റ്റായിട്ട് നമുക്ക് എന്തായാലും വേണം. ഇരട്ടി ഞൊറിയിട്ട് കൊടുക്കാൻ നമുക്ക് ആവശ്യമാണ്. ഇരട്ടിയിൽ കൂടുതലായി കഴിഞ്ഞാൽ അത്രയും ബെറ്ററാണ്. ആ ഡ്രസ്സ് ഭംഗി കൂടുകയുള്ളൂ. പക്ഷേ ഇരട്ടിയിൽ ഒരിക്കലും കമ്മി വരാൻ പാടില്ല. ഒരു ഭാഗത്തെ അളവാണ് ഞാൻ 24 പറയുന്നത്. അപ്പോൾ 2 സൈഡിലും കൂടി നമുക്ക് 48 ഇഞ്ച് വേണ്ടി വരും കേട്ടോ. ഈ 48 ഇഞ്ചുള്ളത് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കമ്മിയായിട്ട് ഒരിക്കലും പോവരുതേ. കാണാണ്ട് 24 ഇഞ്ചിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാണ്. ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഉടുപ്പ് വരുന്ന രീതി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് എന്തായാലും വീഡിയോ ചെയ്യല്ലേ, അപ്പോൾ തുടക്കക്കാർക്കും ഉപകാരപ്പെടും, കുറച്ച് അറിയുന്ന ആൾക്കാർക്കും ഉപകാരപ്പെടും. ഇത് നമ്മളെ ഷേപ്പ് ലെങ്ത്ത് 8 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ താഴത്തെ ഞൊറിവ് വരുന്ന ഭാഗമാണ് കേട്ടോ. 24 ഇഞ്ചാണ് ഡൗൺ പോർഷന്, 24 ഇഞ്ച്. അത് പ്ലസ് 2ൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് 26 ഇഞ്ചാണ് കേട്ടോ ഇത് വരുന്നത്. ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇനി കാണാണ്ട് നമ്മൾ ഞൊറി കൊടുക്കുമ്പോൾ ഇതുപോലെ ഫ്രണ്ട് പോർഷൻ നിവർത്തി വെച്ച ശേഷം ഇതാ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഞൊറിയിട്ട് കൊടുക്കുക. കാണാണ്ടോ, ഇതുപോലെ വെച്ച ശേഷം ആ 1 ഇഞ്ച് ബാക്കിലോട്ട് വെച്ചിട്ട് ഇതുപോലെ വെച്ച ശേഷം അതാ ഫുൾ ഞൊറിയിട്ട് കൊടുക്കുക. ഇതിനാണ് നമ്മൾ കൂടുതൽ അടിഭാഗത്തെ തുണി വേണമെന്ന് പറയുന്നത്. ഇതിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് വഴി അറിയിക്കുക. എനിക്കറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരും. കാണാണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഈ ഉടുപ്പ് വരിക. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ജസ്റ്റ് 4 വയസ്സിലെ കുട്ടികൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കേ.